ജസ്റ്റിസ് ഏമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ സിനിമാ ഫീൽഡിൽ അന്നുവരെ നടന്നുകൊണ്ടിരുന്ന പല നിഗൂഢതകൾ നിറഞ്ഞ രഹസ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. അതെങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉടലെടുത്താൽ അതിൻ്റെ ഭാവിയും ഭൂതവുമൊക്കെ പുറത്തു വരും, അല്ലെങ്കിൽ കൊണ്ടുവരുത്തും. അതാണല്ലോ അതിൻ്റെ ശരി. മലയാളം സിനിമ നിയന്ത്രിക്കുന്നത് 15ഓളം പുരുഷന്മാർ ഉൾപ്പെട്ട പവർ ഗ്രൂപ്പാണെന്ന് ഹേമ കമ്മിറ്റി. പ്രമുഖരായ സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരുമാണ് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടത്. സിനിമാ മേഖലയിലെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതും ഈ പവർ ഗ്രൂപ്പാണ്. സിനിമാ മേഖലയിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കേണ്ടതും അതിൻ്റെ അവസാന തീരുമാനം അറിയിക്കുന്നതും പവർ ഗ്രൂപ്പായിരിക്കും. പവർ ഗ്രൂപ്പിനെതിരെ ശബ്ദമുയർത്താൻ ഒരാൾക്ക് പോലും ധൈര്യമില്ല. അങ്ങനെ ശബ്ദമുയർത്തിയാൽ സിനിമാ മേഖലയിൽ നിന്നും പുറത്തായിരിക്കും അവർ. എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ 15 പവർ ഗ്രൂപ്പ് അംഗങ്ങളെയും വളരെ കൃത്യമായി പരാമർശിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് പവർ ഗ്രൂപ്പിൽ മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എന്നിവരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു. എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് ഒരു മടിയും കൂടാതെ പറഞ്ഞ പേരുകൾ കൊള്ളേണ്ടവർക്ക് കൊള്ളേണ്ട രീതിയിൽ തന്നെ കൊണ്ടിരിക്കും. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പോസ്റ്റിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ജസ്റ്റിസ് ഏമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയേ ഉള്ളൂ. കുറേ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്തു പറഞ്ഞില്ല, പരാതിപ്പെട്ടില്ല. ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ, ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ, നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ, ഇതെല്ലാം ചർച്ച ചെയ്തത് പ്രമുഖ ചാനലുകളിൽ. മലയാള സിനിമ ഭരിക്കുന്ന 15 അംഗ പവർ ടീമിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നുട്ടോ. 1 ഉരുക്കു സതീശൻ, 2 ടിൻറ്റുമോൻ എന്ന കോടീശ്വരൻ, 3 ചിരഞ്ജീവി IPS, 4 ബ്രോക്കർ പ്രേമചന്ദ്രൻ, 5 പവനായി, 6 കൊപ്ര പ്രഭാകരൻ, 7 അനന്തൻ നമ്പ്യാർ, 8 മുണ്ടക്കൽ ശേഖരൻ, 9 ഹൈദർ മരക്കാർ, 10 കടയായി ബേബി, 11 കൊളപ്പുള്ളി അപ്പൻ, 12 മോഹൻ തോമസ്, 13 കീരിക്കാടൻ ജോസ്, 14 ജോൺ ഹോനായി, 15 കീലേരി അച്ചു. പിന്നീട് താഴെ ബ്രാക്കറ്റിൽ പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത 15 അദൃശ്യരായ മനുഷ്യർ ആണെന്ന് ഇനി ആരും പറയരുത്. നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല, കൂടുതൽ നടിമാർ ആക്രമണത്തിന് ഇരയായി എന്നതിന് തെളിവ് ഉണ്ടത്രേ. പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു. ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു. സിനിമാ സ്ക്രീനിൽ U സർട്ടിഫൈഡ് ആണെങ്കിലും പിന്നണിയിൽ A സർട്ടിഫിക്കറ്റ് ആണ് അത്രേ. നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ 10 തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു. ആ വാതിലിൽ മുട്ടലിന് പിന്നിൽ കെയർ എന്ന് മനസ്സിലാക്കുന്നില്ല. കേരളത്തിലെ സർവ്വ മേഖലകളിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം. പാവം സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല. ബ്രാക്കറ്റിൽ രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട. കാരണം അതിലും പ്രതിസ്ഥാനത്ത് പ്രമുഖ MLA, പ്രമുഖ MP, ATC ഒക്കെ വന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ അവസ്ഥ ആകും. ബ്രാക്കറ്റ് ക്ലോസ്. വീണ്ടും ബ്രാക്കറ്റ്. വാൽകഷ്ണം ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ, ഇരകൾക്ക് പരാതി ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല. പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും അങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടി ആകാം എന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട്. ബ്രാക്കറ്റ് ക്ലോസ്ഡ്. എന്തായാലും പറയാതെ പറഞ്ഞിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. ഈ പോസ്റ്റ് വായിച്ചാൽ കൊള്ളേണ്ടവർക്കെല്ലാം കൊള്ളും എന്നുള്ളത് ഉറപ്പു തന്നെയാണ്. കാരണം വളരെ കൃത്യമായി അദ്ദേഹം ചില നിരീക്ഷണത്തോടു കൂടി നിരീക്ഷണം നടത്തി പറഞ്ഞിട്ടുള്ള പേരുകളാണ് ഇവയെല്ലാം. ഒന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ, ചിന്തിച്ചാൽ ഈ പേരുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. സംഭവം ആളെ സമൂഹവും മറ്റു സിനിമാ മേഖലകളും കോമാളിയായും മണ്ടനായും ഒക്കെയാണ് മുദ്ര കുത്തുന്നതെങ്കിലും അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെ ശക്തമായും വ്യക്തമായും പറയാനും അദ്ദേഹത്തിന് കഴിയാറുണ്ട്. നിലപാടുകളുടെ കാര്യത്തിലും വ്യക്തമാണ്.